ലഹരി കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിച്ച SIയെ മാറ്റാൻ രാഷ്ട്രീയ സമ്മർദ്ദമെന്ന് ആരോപണം. കഴിഞ്ഞ മാസം മാത്രം 46 കേസുകൾ കിരൺ SI മാത്രം പിടിച്ചു. അത് പക്ഷേ ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുമ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വിളിക്കുമ്പോൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങി ആരെയും വിട്ടുകൊടുക്കാറില്ല. നമ്മളെ നാട് രക്ഷപ്പെടാത്തത് ഈ ലഹരി മാഫിയ എങ്ങനെ അഴിഞ്ഞാടുന്നതിന്റെ ഒരു കാരണം ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ. ഇതിപ്പോ നമ്മളെ നാട് രക്ഷപ്പെടാത്തതിന്റെ കാരണത്തിൽ ഒരു കാരണമാണ് ഈ കാണുന്നത്. കാരണം ലഹരി മാഫിയ ഈ തോതിൽ അഴിഞ്ഞാടി ജനങ്ങൾ ഭീതിയോടെ ജീവിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പോരാട്ടം നടത്തുന്ന ആക്ഷൻ എടുക്കുന്ന ഒരു മാസം 45ഓളം കേസുകൾ പിടിച്ച ലഹരി കേസ് പിടിച്ച ഒരു SIയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇയാളൊക്കെ അല്ലേ ശരിക്കും ഇതുപോലുള്ള രാഷ്ട്രീയക്കാരല്ലേ ശരിക്കും ഇതുപോലുള്ള ഇവർക്ക് വളം വെച്ചു കൊടുക്കുന്ന രാഷ്ട്രീയക്കാർ, ഈ ലഹരി മാഫിയക്ക് ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയക്കാർ. അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും എല്ലാ പാർട്ടിയിലും ചില പുഴുക്കുത്തുകൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ അത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് കല്ലെടുത്ത് ആട്ടി ഓടിക്കണം, എങ്കിലേ ഈ നാട് നന്നാവും. അവരാണ് യഥാർത്ഥത്തിൽ ഈ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം തങ്ങളെ ഇത്രയും ലഹരിക്കെതിരെ ആക്ഷൻ എടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഞങ്ങളിൽപ്പെട്ട ചില ആൾക്കാരെ കേസ് പിടിക്കുമ്പോൾ വിളിച്ചു പറയുമ്പോൾ അദ്ദേഹം വിടുന്നില്ല, അദ്ദേഹം വിട്ടയക്കുന്നില്ല. അതുകൊണ്ട് അയാളെ സ്ഥലം മാറ്റണം എന്ന് പറഞ്ഞാൽ ഈ ലഹരിക്കെതിരെ ഈ ലഹരിയേക്കാളും അവർക്ക് പ്രാധാന്യം. അവർ സത്യം പറഞ്ഞാൽ അവർ ഈ ജനങ്ങളെ ഈ കേരളത്തെ ഒറ്റുകൊടുക്കല്ലേ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ അവരാണ് സത്യം പറഞ്ഞാൽ ഈ കേരളത്തിലെ ശത്രുക്കൾ, ഈ ലഹരിക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ. ലഹരിയെ ഈ രീതിയിൽ കേരളത്തെ ആക്കി തീർത്തതിന്റെ ഉത്തരവാദിത്തം ഈ കൂട്ടർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയോ? ഇത്തരത്തിലൊരു പോലീസ് സത്യസന്ധനായ പോലീസ് അദ്ദേഹം അവരെ ഇംഗിതത്തിന് വഴങ്ങുന്നില്ല. അദ്ദേഹം അതിനല്ല അവിടെ കുത്തിരിക്കുന്നത്, യൂണിഫോം ഇട്ട് അവിടെ ഇരിക്കുന്നത്. സത്യസന്ധനായ ഇതുപോലുള്ള നട്ടലുള്ള പോലീസ് ഉദ്യോഗസ്ഥന് ഇന്ത്യയിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവനൊക്കെ കേരളത്തെ നശിപ്പിക്കാൻ കഴിയാതെ ഇന്ന് ഇത്രയെങ്കിലും കേരളം നിലനിൽക്കുന്നത്.